നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സിസ്റ്റർ സുമാ ചെറിയാൻ പ്രാർത്ഥിച്ചോട്ടെ. Praise Lord, hallelujah, സ്തോത്രം 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 പരിശുദ്ധനായ നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹപ്പായി തപോർ ദൈവസഭയുടെ അതിമുഖ്യത്തിൽ കർത്താവെ അപ്പച്ചന്റെ പാദപീഠത്തിൽ അടിയങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. അങ്ങയുടെ വചനം പഠിക്കുവാനായി അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് കർത്താവെ. ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, അവിടുത്തെ നാമ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച അനേകരുടെ നടുവിൽ അപ്പച്ചന്റെ സാക്ഷികളായി തീരുവാടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. അടികൾക്ക് പോഴുവാനല്ല, പ്രശംസിപ്പാനല്ല അപ്പച്ച, അവിടുത്തെ വചനം, അവിടുത്തെ ഹല്ലേലൂയ തിരുകൃപ അടിയങ്ങളുടെ മേൽ കൂടെ ഇരുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. വചനം പഠിപ്പിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്മാരെ സ്വർഗം ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അപ്പാ അവിടുത്തെ നാമ മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യാൽ എന്ന് വചനം പഠിപ്പിക്കുന്ന കർത്താവെ, സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും ദൈവകൃപ കൂടെ ഇരുന്ന് അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ. ആദ്യോടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അടിയങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന ഘട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുകയും സാധ്യമാകുന്നവരെല്ലാം വീഡിയോ ഓണാക്കി വെക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. മൈക്ക് അൺമ്യൂട്ട് ആണെങ്കിൽ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന മറ്റുള്ളവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ആകട്ടെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഒരാള് കാനഡയിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നു, ഒരാൾ UK നിന്ന് അറ്റൻഡ് ചെയ്യുന്നു, ദുബായിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഖത്തറിൽ നിന്ന് ഒരാൾ പേര് തന്നിട്ടുണ്ടെന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മസ്കറ്റിൽ നിന്നും, പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും, പൂനെ, റാസൽ ഖൈമ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും, റാസൽ ഖൈമയിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്. ഖത്തറിൽ നിന്ന് ഞാനാണ് നെൽസൺ. നെൽസൺ, ഖത്തറിൽ നിന്ന് നെൽസൺ. പൂനെയിൽ നിന്ന് സിസ്റ്റർ സുമാ ചെറിയാൻ. പൂനെ അല്ലേ? കേട്ടില്ല. ആകട്ടെ, നമ്മള് തമ്പിക്കുട്ട ബ്രദറിന്റെ സിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ. അവരല്ലേ പൂനെ എന്നല്ലേ? അവര് പൂനെ. മാത്യൂസ് ബ്രദർ ചെന്നൈയിൽ നിന്നും, ജെയിംസ് നാരകത്ത് എന്ന് പറയുന്ന സഹോദരൻ UK നിന്നാണ്. ഇല്ല, ഇപ്പോൾ UK അദ്ദേഹം. UK. അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നും, മസ്കറ്റിൽ നിന്ന് ജോൺസൺ, വിവിധ ദേശങ്ങളിൽ നിന്നും, ഇനി സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ സമയം കളയുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഈ താല്പര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ തന്നിരിക്കുന്ന നല്ല താല്പര്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭമായി ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, പൗലോസിന്റെ മിഷണറി യാത്രകളിൽ, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ ശീലാസിനോടുകൂടെ അന്ത്യോക്യയിൽ നിന്നും പുറപ്പെട്ട് കരമാർഗം ഏഷ്യ മൈനറിന്റെ വടക്ക് പടിഞ്ഞാറ് ത്രോവാസിലെത്തുകയും അവിടെ വെച്ച് തനിക്ക് ഒരു മക്കദോനിയ വിളി ഉണ്ടാകുകയും അങ്ങനെ താൻ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോയി. നിയോപ്പൊളിസ്, പിന്നെ ഫിലിപ്പി, തെസലോനിക്ക, ബെറോവ തുടങ്ങിയ മക്കദോനിയൻ പട്ടണങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകുകയും അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്ത ശേഷം അഖായയിലേക്ക്, ഗ്രീക്കിന്റെ തെക്കൻ ഭാഗത്തുള്ള പ്രവിശ്യയായ അഖായയിലേക്ക് പോയി. അവിടെ അഥേനയിലും
അഥേനയിൽ അരോപക മധ്യേ താൻ പ്രസംഗിച്ചത് പുസ്തകപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. തുടർന്ന് 18-ാം അധ്യായം വരുമ്പോൾ താൻ കൊരിന്തിലേക്കും കടന്നു വന്ന് കർത്താവിന്റെ സാക്ഷിയാകുന്നു. അങ്ങനെ കൊരിന്തിൽ 1 വർഷവും 6 മാസവും, അതായത് 18 മാസക്കാലം കൊരിന്തിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ തനിക്കിടയായി തീർന്നു. പൗലോസ് അവിടെ നിന്നും മടങ്ങി എഫെസോസ് വഴിയായിട്ട് പിന്നെ മടങ്ങി യെരുശലേമിലേക്കും പിന്നെ അന്ത്യോക്യയിലേക്കും ഒക്കെ മടങ്ങിപ്പോയി. കൈസരിയയിലേക്ക് വന്നു, മടങ്ങിപ്പോകുന്നു. തുടർന്ന് 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനങ്ങൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി അയക്കുന്നത്. 3-ാമത്തെ മിഷണറി യാത്രയെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. തുടർന്നുണ്ടായ പൗലോസിന്റെ പ്രേക്ഷിത പ്രയാണം അല്ലെങ്കിൽ മിഷണറി യാത്രകൾ, സുവിശേഷ സന്ദേശ യാത്രകൾ, അതിനെപ്പറ്റി ചുരുക്കമായി ഒന്ന് വിവരിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് പൗലോസ് യെരുശലേമിലേക്ക് വരുന്നു. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 17-ാം വാക്യത്തിൽ യെരുശലേമിലെത്തിയ പൗലോസിനെ സഹോദരന്മാർ സന്തോഷത്തോടെ കൈക്കൊണ്ടു. എന്നാൽ തുടർന്ന് താൻ ചെയ്ത ഒരു പ്രവൃത്തി, ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ചിലർ പൗലോസ് ദേവാലയത്തെ തീണ്ടിച്ചു എന്ന് പറഞ്ഞ് കലഹമുണ്ടാക്കുകയും പൗലോസ് പിടിക്കപ്പെടുകയും ചെയ്യുന്നത് പ്രവർത്തികളുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 21-ന്റെ 27 മുതൽ. അങ്ങനെ പിടിക്കപ്പെട്ട പൗലോസിനെ കൊണ്ടുപോകുമ്പോൾ പൗലോസ് ജനത്തോട് സംസാരിക്കുന്നതായിട്ട് 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇത് വിശദമായിട്ട് പൗലോസിന്റെ മിഷണറി യാത്രകളെ പറ്റി നിങ്ങൾ പ്രവർത്തകരുടെ പുസ്തകം പഠിക്കുമ്പോൾ പഠിക്കും. എന്നാൽ ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞു തുടങ്ങിയത് കൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. തുടർന്ന് പൗലോസിനെ സന്നദ്ധി സംഘത്തിന് മുൻപാകെ നിർത്തുന്നത് 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. ഇടയ്ക്ക് 23-ന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിനെ കൊല്ലുവാനായിട്ട് 40 പേര് ഗൂഢാലോചന നടത്തുന്ന ആ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പൗലോസിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയപ്പോൾ അത് പൗലോസിന്റെ ഒരു പെങ്ങളുടെ മകൻ കേട്ടിട്ട് പൗലോസ് അത് അറിയുവാനും തുടർന്ന് പൗലോസ് അത് ശതാധിപൻ വഴി സഹസ്രാധിപനെ അറിയിക്കുവാനും ഇടയായി. അങ്ങനെ പൗലോസിനെ അവർ പെട്ടെന്ന് കൈസറിയയിലേക്ക്, യെരുശലേമിൽ നിന്ന് കൈസറിയയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. കൈസറിയയിൽ പൗലോസിനെ ഫേലിക്സിന്റെ മുൻപാകെ വിചാരണയ്ക്ക് നിർത്തുന്ന ആ സംഭവമാണ് 24-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. 25-ാം അധ്യായത്തിൽ ഫെസ്റ്റോസിന്റെ മുൻപാകെ വിചാരണ ചെയ്യപ്പെടുന്നു. 25-ന്റെ 23 മുതൽ അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ പൗലോസിനെ അയക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 27-ാം അധ്യായം വരുമ്പോൾ പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോകുന്നത്, കപ്പൽ മാർഗം പൗലോസിനെയും കുറെ തടവുകാരെയും റോമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. അപ്പൊ 27-ാം അധ്യായത്തിലാണ് പൗലോസ് റോമിലേക്ക് പോകുന്നത്. താൻ റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ താൻ ഒരു ക്യാപ്റ്റീവായിട്ട്, ഒരു തടവ് പുള്ളിയായിട്ട് റോമിലേക്ക് താൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് കയറിയ അല്ലെങ്കിൽ പൗലോസിനെ കയറ്റിയ ആ കപ്പൽ ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടുന്നു. അപ്പോൾ ഈശാനാമൂലൻ എന്ന് പറയുന്ന ശക്തമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചു. ഈശാനാമൂലൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള പരിഭാഷക്കാര് ചെയ്തു വെച്ച ഒരു അബദ്ധമാണ്. അത് നോർത്ത് ഈസ്റ്റേൺ വിൻഡ് എന്നാണ്. കിഴക്ക് വടക്ക് ദിശയിൽ നിന്നും അടിക്കുന്ന ഒരു ശക്തമായ കാറ്റ് അന്ന് മധ്യധരണിയാഴിയിൽ പോകുന്ന കപ്പൽക്കാർക്കെല്ലാം ഭീഷണിയായിരുന്ന ഒരു കൊടുങ്കാറ്റ്
വടക്ക് കിഴക്കൻ ഡയറക്ഷനിൽ നിന്നുണ്ടാകാറുണ്ടായിരുന്നു. അതിനെ യൂറോക്ലിഡോൺ എന്നും പറയാറുണ്ട്. നമ്മൾ KJV ബൈബിൾ നോക്കുമ്പോൾ യൂറോക്ലിഡോൺ എന്നും NIV-യിലെ നോർത്ത് ഈസ്റ്റർ എന്നൊക്കെയാണ് കാണുന്നത്. ഈ ഈശാനാമൂലൻ എന്ന് പറയുന്നത് മലയാള പരിഭാഷ ചെയ്തപ്പോൾ ഹൈന്ദവരുടെ അഷ്ടദിക്പാലകന്മാരായിട്ട് അവർ കരുതപ്പെടുന്ന ആ ദേവന്മാരിൽ വടക്ക് കിഴക്ക് ഡയറക്ഷന്റെ ദേവനായിട്ട് അവർ കരുതുന്നതാണ് ഈശാനൻ. അല്ലെങ്കിൽ ആ വിഗ്രഹത്തെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈശകോണം എന്ന് പറയും. നമ്മൾ വീടിനൊക്കെ അടിസ്ഥാനം പണ്ട് കല്ലൊക്കെ ഇടുന്നതിന് മുമ്പ് ആശാരിമാരും മറ്റും വന്ന് സ്ഥാനം കാണുമ്പോൾ ഈശകോണം എന്നും പറഞ്ഞൊക്കെ ഇടാറുണ്ട്. വടക്ക് കിഴക്കേ മൂല. അതേ ഹൈന്ദവ ചിന്തയാണ് അഷ്ടദിക്പാലകന്മാരിൽ ഈശകോണം എന്ന് പറയുന്നത്. എനിവേ മലയാള പരിഭാഷയിൽ അങ്ങനെ വന്നുപോയി. അത് നോർത്ത് ഈസ്റ്റേൺ വിൻഡ് എന്ന് കരുതുക. വടക്ക് കിഴക്കൻ ഡയറക്ഷനിൽ നിന്നുമുള്ള കാറ്റ്. വടക്ക് കിഴക്ക് ഡയറക്ഷനിൽ നിന്നുള്ള കാറ്റ് ഈ മെഡിറ്ററേനിയൻ കടലിൽ കൂടെ കടന്നു പോകുന്ന അന്നത്തെ പായ്ക്കപ്പലുകൾ, ആ കപ്പലുകൾക്കൊക്കെ വലിയ ഭീഷണിയായിരുന്നു. അങ്ങനെ പൗലോസിനെ കയറ്റിക്കൊണ്ട് പോകുന്ന ആ കപ്പൽ മെലിത്ത ദ്വീപിനെ സമീപിക്കുമ്പോൾ, മാൾട്ട എന്ന് പറയുന്ന ഈ ദ്വീപിനെ സമീപിക്കുമ്പോൾ കപ്പൽ തകർന്നു പോകുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. കപ്പൽ തകർന്നു പോകുന്നു. അവര് ഒരു വിധത്തിൽ ആ ദ്വീപിൽ എത്തിപ്പറ്റുന്നു. ആ ദ്വീപിൽ ദ്വീപ് നിവാസികൾക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയുവാൻ പൗലോസ് ഒരു കാരണമായി. സംഭവങ്ങൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അവിടെ നിന്ന് യാത്ര തുറന്ന പൗലോസുമായിട്ട് റോമിലേക്ക് അവരെത്തുന്നു. റോമിൽ പൗലോസ് പാർക്കുന്ന സമയത്തും തന്നെ വേറിട്ട് പാർത്തുകൊണ്ട് സുവിശേഷം പറയുവാൻ പൗലോസിന് ഒരു അനുവാദം ലഭിച്ചിരുന്നു. അത് അങ്ങനെ പൗലോസിന്റെ ക്യാപ്റ്റീവ് ജേണി അല്ലെങ്കിൽ തടവുപുള്ളിയായിട്ട് റോമിലേക്കുള്ള ആ യാത്ര ഇടയിൽ സംഭവിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു 4th മിഷണറി ജേർണി, അതായത് ആക്ട്സ് 29 എന്ന് പറയുന്ന 28 അധ്യായമേ ഉള്ളൂ. ഇത് 63 AD to 65 AD എന്ന് കൊടുത്തിരിക്കുന്നു. എന്റെ ഈ പടത്തിലെ നെറ്റിൽ നിന്നെടുത്ത പടമാണ്. 67 AD വരെയാണ്. ആ കാലഘട്ടത്തിൽ പൗലോസ് മറ്റൊരു മിഷണറി യാത്രയും കൂടെ നടത്തിയിരുന്നുവെന്ന്. 63നും 67നും ഇടയിലുള്ള കാലഘട്ടം. അത് നമുക്ക് ലേഖനങ്ങളിൽ നിന്ന്, പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ, ആ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പം 63നും 67നും ഇടയിലുള്ള കാലഘട്ടത്തിൽ പൗലോസ് മറ്റ് ഒരു മിഷണറി യാത്ര, ചിലരുടെ അഭിപ്രായത്തിൽ 2 മിഷണറി യാത്രകൾ നടത്തിയെന്ന് പറയുന്നുണ്ട്. AD 62 പൗലോസ് ജയിൽ മോചിതനാകുന്നു. നിങ്ങൾ ഈ വാക്യങ്ങൾ റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. എനിക്കത് വിവരിക്കുവാൻ സമയമില്ല. വായിക്കാൻ സാധ്യമാകുന്ന രീതിയിലാണോ നിങ്ങൾ സ്ക്രീൻ കാണുന്നത്? വായിക്കാൻ പറ്റുന്നുണ്ടോ റെഫറൻസസ്? AD 62 പൗലോസ് ജയിൽ മോചിതനാകുന്നു. അവിടെ റോമാലേഖനത്തിൽ 15:24 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു എന്ന് പറയുന്ന ആ സംഭവം. അതുപോലെ തന്നെ 28-ാം വാക്യവും ഇതൊക്കെ ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. തുടർന്ന് സ്പെയിനിലേക്ക് താൻ പോയിരിക്കും, 62നും 64നും ഇടയിൽ പോയിരിക്കും എന്ന് കരുതുന്നു. ക്രേത്തയിൽ താൻ എത്തിയതായിട്ട് തീത്തോസിന് എഴുതിയ ലേഖനം 1:5 താൻ സൂചിപ്പിക്കുന്നുണ്ട്. പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1:5 വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ തിമത്തിയോസിനെ പോലെ ഏറെ പ്രിയനായിരുന്നു തീത്തോസിനെ പറ്റിയും നിജപുത്രൻ എന്ന് പറയുന്നുണ്ട്. ഏറെ പ്രിയനും തീത്തോസ് കുറച്ച് യൗവനക്കാരനായിരുന്നു. എന്നാൽ തിമത്തിയോസ് കുറച്ച് യൗവനക്കാരനായിരുന്നു, ചെറുപ്പമായിരുന്നു. എന്നാൽ തീത്തോസ് കുറെ പക്വത വന്നവനും പല കാര്യങ്ങളും ചെയ്യുന്നതിൽ പൗലോസ് തീത്തോസിനെ, നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ അത് പിന്നീട് പഠിക്കും, ചുമതലപ്പെടുത്തിയിരുന്നതായിട്ടും ഒക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ തീത്തോസിനെ ക്രേത്ത ദ്വീപിൽ താൻ ആക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം പൗലോസ് ക്രേത്തയിൽ ചെന്നിരുന്നു. പിന്നെ മിലേത്തോസിലെ കാര്യം 2 തിമോത്തി 4:20 പൗലോസ് പറയുന്നുണ്ട്, എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു, ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു എന്ന് പറയുന്നത് താൻ മിലേത്തോസിൽ ചെന്ന ആ സംഭവം സൂചിപ്പിക്കുന്നു. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന റെഫറൻസ് ഓരോന്നും നോക്കിയാൽ അത് ഓരോന്നായിട്ട്
ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാകും. ഒടുവിൽ 2 തിമോത്തി 1:17 നാം മനസ്സിലാക്കുന്നത് പോലെ പൗലോസ് റോമിലേക്ക് വീണ്ടും തടവുകാരനായി റോമിൽ തടവിലാക്കപ്പെടുന്നു. AD 67-68 കാലഘട്ടത്തിൽ കിരാതനായ നീറോ ചക്രവർത്തിയുടെ ആ ഭരണകാലത്ത് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ആ സമയത്ത് നമുക്കറിയാം, റോം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പറച്ചിലുണ്ട്. റോമാ നഗരത്തിന് താൻ തീയിട്ടിട്ട് അത് ക്രിസ്ത്യാനികളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് നീറോ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ ഒരു കാരണം കണ്ടെത്തുക അല്ലെങ്കിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ നീറോ ചക്രവർത്തി AD 67-68 കാലഘട്ടത്തിൽ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് കൊല്ലിക്കുകയുണ്ടായി. ആ സംഭവത്തിന് മുൻപായിട്ട് റോമിൽ തടവിൽ കിടക്കുമ്പോഴാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം പൗലോസ് എഴുതുന്നത്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനമാണ് പൗലോസിന്റെ ഏറ്റവും അവസാനത്തെ ലേഖനം. അവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എന്ന് പറയുന്നത്. റോമ തടവിൽ കിടക്കുമ്പോൾ ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാനുള്ള തടവ് പുള്ളികളെ മാനസികമായി അവരെ പീഡിപ്പിക്കുവാനായി അന്ന് പടയാളികൾ വലിയ വാള് അവർ കേൾക്കെ ഇങ്ങനെ വാള് രാഗി അതിന്റെ ശബ്ദം കേൾപ്പിക്കും. അതുപോലെ വാള് രാകുന്ന ശബ്ദം കേൾക്കുമ്പോൾ പൗലോസ് ഈ ലേഖനം ഇങ്ങനെ എഴുതുകയാണ്, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നുവെന്ന് പൗലോസ് എഴുതുകയാണ്. റോമാ നഗരത്തിന് പടിഞ്ഞാറുള്ള ട്രഫോണ്ടൈൻ 3 ഫൗണ്ടൻസ് എന്നർത്ഥമുള്ള ട്രഫോണ്ടൈൻ എന്ന പട്ടണത്തിൽ വെച്ച് പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് കൊല്ലുകയുണ്ടായെന്നാണ് ക്രിസ്തീയ സഭാചരിത്രം പഠിപ്പിക്കുന്നത്. ട്രഫോണ്ടൈനിൽ വെച്ച് മുൻപേ പറഞ്ഞ കാര്യങ്ങളും ആ പടവും കൂടെ ഒരുമിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിന്റെ വെക്കുന്നത് നന്നായിരിക്കും. പൗലോസിന്റെ 4-ാം മിഷണറി യാത്ര, തനിക്ക് സ്പെയിനിലേക്ക് പോകുവാൻ പദ്ധതി ഉണ്ടെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടു. റോമർ 15:24-28 വാക്യങ്ങളിൽ ആദ്യകാല ക്രിസ്തീയ സഭകളിലെ ചരിത്ര രേഖകൾ പ്രകാരം പൗലോസ് സ്പെയിനിൽ എത്തിയിട്ടുള്ളതായിട്ട് കരുതുന്നു. ഫസ്റ്റ് സെഞ്ചുറി സഭാ ചരിത്രകാരന്മാർ സ്പെയിനിൽ പൗലോസ് എത്തിയതായിട്ട് ചരിത്ര രേഖകൾ അവർ എഴുതിയത് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ യൂസേബിയസ്, കൈസറിയയിലെ ബിഷപ്പും സഭാ ചരിത്രകാരനുമായിരുന്ന യൂസേബിയസിന്റെ എക്ലേഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി, യൂസേബിയസിന്റെ ഗ്രന്ഥമാണ് എക്ലേഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി, സഭാചരിത്രം. പൗലോസ് റോമിലെ തടവിൽ നിന്ന് സ്വതന്ത്രനായ വിവരവും മറ്റും, റോമിലെ 1-ാമത്തെ തടവിന് ശേഷം താൻ സ്വതന്ത്രനായ വിവരവും മറ്റും യൂസേബിയസും എഴുതിയിട്ടുണ്ട്. യൂസേബിയസിന്റെ ആ വിവരണവും പിന്നെ സഭാ ചരിത്രവും എല്ലാം കൂടെ പരിശോധിച്ചാണ് ഈ 4-മതൊരു മിഷണറി യാത്ര, തന്റെ ലേഖനങ്ങളിൽ കാണുന്ന ഈ തെളിവുകളൂടെ വെച്ചാണ് 4-മതൊരു മിഷണറി യാത്ര കൂടെ നടത്തിയിട്ടുണ്ടെന്ന് വേദപഠിതാക്കൾ അനുമാനിക്കുന്നത്. 67-68 കാലഘട്ടത്തിൽ റോമാ നഗരത്തിന് പടിഞ്ഞാറെ ട്രഫോണ്ടൈൻ എന്ന് പറഞ്ഞ 3 ഫൗണ്ടൻസ് എന്ന സ്ഥലത്ത് വെച്ചാണ് നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് കൊന്നത്. അപ്പോസ്തലപ്രവൃത്തി 20:24 പൗലോസ് ഇങ്ങനെ ദൈവത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പൗലോസ് പറയുന്നതാണത്. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ തീരുമാനം, തന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ അത് തികയ്ക്കണമേ എന്ന് എനിക്കുള്ളൂ എന്ന് ആക്ട്സ് 20:24 പറയുന്നു. 2 തിമോത്തി 4:7 പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. പൗലോസിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് താൻ സുവിശേഷത്തിന് വേണ്ടി
രക്തസാക്ഷിയാകുവാൻ സമയമായിരിക്കുന്നു എന്നാണ്. റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് ടാസിറ്റസ് പൗലോസ് ശിരച്ഛേദം ചെയ്തതിന്റെ പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീറോയുടെ കൽപ്പന പ്രകാരം റോമാ നഗരത്തിൽ വലിയ തീവെപ്പ് നടത്തിയ ശേഷം, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉത്തരവാദിത്തം ക്രിസ്ത്യാനികളുടെ മേൽ ആരോപിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് പൗലോസിന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത്. യൂസേബിയസിന്റെ എക്ലേഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വിശദമായിട്ട് പൗലോസിന്റെ മിഷണറി യാത്രകളെ പറ്റിയൊക്കെ പിന്നീട് അപ്പോസ്തല പ്രവൃത്തിയെ പഠിപ്പിക്കുമ്പോൾ മിക്കവാറും രാജനാശ്വർ സാർ ആയിരിക്കും നിങ്ങളെ അത് പഠിപ്പിക്കുന്ന. അപ്പോസ്തല പ്രവൃത്തി അന്നേരം അദ്ദേഹം പഠിപ്പിക്കും, അല്ല ഞാനാണെങ്കിൽ ഞാൻ അന്നേരം നോക്കാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം, ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ആ റൂട്ട് മാപ്പ് ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിക്കുകയാണ്. നോക്കുക, 2700 മൈൽ, ഏകദേശം 2700 മൈൽ എന്ന് പറയുമ്പോൾ 4345 കിലോമീറ്റർ ആണ് രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് സഞ്ചരിച്ചത്. കരമാർഗവും കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കപ്പൽ പോലുള്ള കപ്പലല്ല, പായ്ക്കപ്പലുകളാണ്. വളരെ അപകടകരമായ യാത്രയാണ്, അപകടമേറിയ യാത്രയാണ് അന്ന് പായ്ക്കപ്പലുകളിലുള്ള യാത്ര. കരമാർഗമുള്ള യാത്രയും അത്ര സുരക്ഷിതവും ഒന്നുമല്ല. വന്യജീവികളും കൊള്ളക്കാരും അങ്ങനെയുള്ള ആപത്തുകള്, ദുർഘടമായ പാതകൾ, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് പൗലോസ് എന്ന മനുഷ്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടെന്ന് 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സഞ്ചരിച്ച തന്റെ ഒരു മിഷണറി യാത്രയുടെ ആ ദൈർഘ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 2700 മൈൽ, 4345 കിലോമീറ്റർ. ഏകദേശം 4 ലക്ഷത്തോളം ജനങ്ങൾ പാർത്തിരുന്ന ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. പൗലോസ് തന്റെ സുശേഷ ദൗത്യമായിട്ട് പോയ ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് അഖായ പ്രവിശ്യയിൽ ഏകദേശം 4 ലക്ഷത്തോളം ജനസംഖ്യ ആ കാലത്തുണ്ടായിരുന്നുവെന്ന് കരുതുന്നു. ഈ കൊരിന്തിന്റെ ഒരു പ്രത്യേകത, ഇത് ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. അവിടെ പാർത്തിരുന്നവര് എല്ലാത്തരം ദുഷ്പ്രവർത്തികളും കുത്തഴിഞ്ഞ ജീവിതവും ആയിരുന്നു കൊരിന്തിന്റെ ഒരു പ്രത്യേകത. ആ കൊരിന്ത് പട്ടണത്തിന്റെ സമീപം കപ്പലുകൾ വന്ന് ആ കപ്പലുകളെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള കരമാർഗമുള്ള ഒരു പാത ഒരുക്കി. അതിന്റെ ഡിയോൾക്കോസ് എന്നാണ് പറയുന്നത്. ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയ ആ പാതയാണ്. ഏതാണ്ട് 8.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു പ്രദേശം. അതായത് കൊരിന്തിന്റെ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രദേശം, ഇതിലെ ഇങ്ങനെ കപ്പല്, ഇവിടുന്ന് കിഴക്കേ ഏഷ്യൻ ഭാഗത്തു നിന്ന് വരുന്ന കപ്പലുകളെ ഇങ്ങനെ ഈജിയൻ സീയിൽ നിന്നും ക്രോസ് ചെയ്ത് അയോണിയൻ സീയിലേക്ക് കടത്തി ഇങ്ങനെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ കണ്ടിരുന്ന ഒരു ഷോർട്ട് കട്ടായിരുന്നു. അന്നത്തെ വലിയ പായ്ക്കപ്പലുകളെ ഇവിടെ കരമാർഗം ഒരു കപ്പൽ ചാൽ ഒരുക്കി. വെള്ളത്തിൽ കൂടെയല്ല, നിങ്ങൾ ഈ കാണുന്നത് പോലെ പാറ പാളികൾ മറ്റും നിരത്തി കപ്പലിനെ കരമാർഗം തള്ളിക്കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി അതിന്റെ ചരിത്രകാരന്മാർ കണ്ടെത്തിയ തെളിവാണ്, പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ആ പാതയാണ് ഈ കാണുന്നത്. അങ്ങനെ കപ്പലുകളും മറ്റും വന്ന് അടുക്കുന്ന ഒരു പ്രദേശം, വ്യാപാര കേന്ദ്രം. അതുകൂടാതെ കൊരിന്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊരിന്തിൽ അവിടെ ശുക്രന്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ശുക്രന്റെ ക്ഷേത്രം, ആഫ്രോഡൈറ്റ് അഥവാ ശുക്രൻ, ആഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തിന്റെ ക്ഷേത്രമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മതത്തിന്റെ പേരിൽ വേശ്യാവൃത്തിക്കായി സമർപ്പിച്ച 1000-ലധികം ദേവദാസിമാർ, പുരോഹിത സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു.
അപ്പം മ്ലേച്ഛമായ ഒരു ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു പട്ടണത്തിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് വരുന്നത്. പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഇപ്പോൾ വന്നതാണ് സുവിശേഷം അറിയിക്കുന്ന കാര്യം. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് വീണ്ടും കൊരിന്തിൽ വരുമ്പോഴാണ്, ആ കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ് റോമാലേഖനം എഴുതിയതെന്ന് വേദപഠിതാക്കൾ അനുമാനിക്കുന്നു. കൊരിന്തിൽ താൻ കണ്ട മ്ലേച്ഛതകളാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ. 1-ാം അധ്യായം നിങ്ങൾ അതിന്റെ 18 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ, റോമർ 1-ന്റെ 18 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മ്ലേച്ഛതകളെല്ലാം കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് പാർത്തുകൊണ്ട് തന്റെ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ താൻ കണ്ട മ്ലേച്ഛതകളാണ് എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. കൊരിന്തിന്റെ പ്രത്യേകത, കൊരിന്ത് അഥേന നഗരത്തോട് വളരെ സമീപമാണ് കിടക്കുന്നത്. അഥേന നഗരം നമുക്ക് കാണാം. അഥേന ഇന്നലെ ഞാൻ പറഞ്ഞാണ്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ തുടങ്ങിയ തത്വചിന്തകന്മാരെ പോലെയുള്ള പ്രമുഖരായ പല തത്വചിന്തകന്മാരും ഉണ്ടായിരുന്ന അഥേന നഗരം. അഥേന നഗരത്തിന്റെ ഒരു സ്വാധീനം, തത്വചിന്തകളുടെ ഒരു അതിപ്രസരം റോമൻ സംസ്കാരത്തെ കൊരിന്ത്യ സംസ്കാരത്തെ ബാധിച്ചിരുന്നു. കൊരിന്തിലെ ജനം വിശ്വാസത്തിലേക്ക് വന്നവരും, അവിടെ ഒരു പ്രത്യേകത, ദൈവജനത്തെ പറ്റി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നുണ്ട്. ദൈവജനത്തെ പറ്റി ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നുണ്ട്. ഉപ്പിന്റെ പ്രത്യേകത എന്താണ്? ഉപ്പ് ഏതെങ്കിലും ഒരു ദ്രാവകത്തിൽ, നമ്മുടെ കറിയിലോ എന്തിലെങ്കിലും കലർത്തിയാൽ ആ ഉപ്പിന്റെ രുചി ആ ദ്രാവകത്തിലെല്ലാം വ്യാപരിക്കും. അതുപോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മിൽ നിന്നും ക്രിസ്തീയ ഗുണവിശേഷങ്ങൾ സമൂഹത്തിലേക്ക്, ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങൾ, വിശുദ്ധിയും സത്യവും, അത് സമൂഹത്തിലേക്ക് വ്യാപരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കൊരിന്ത്യ സഭയിൽ അവരുടെ ക്രിസ്തീയ ഗുണവിശേഷങ്ങൾ സമൂഹത്തെ സ്വാധീനിച്ചതിനേക്കാൾ അധികമായി കൊരിന്ത്യ സമൂഹത്തിന്റെ അധാർമികതകൾ, അവരുടെ അഹന്ത, അവരുടേതായ മാലിന്യങ്ങൾ വിശ്വാസികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ പട്ടണത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. വളരെ അധാർമികതകൾ, മ്ലേച്ഛതകൾ നടമാടിയിരുന്ന ഒരു പട്ടണം, ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു, ഒരു തുറമുഖ നഗരമായിരുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് വന്ന് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞു. ആ പ്രദേശത്ത് നിന്ന് ദൈവം ചിലരെ രക്ഷയിലേക്ക് നടത്തി. എന്നാൽ രക്ഷയിലേക്ക് നടത്തി എങ്കിൽ പോലും ആ കൊരിന്തിലെ വിശ്വാസികൾ ആ പ്രദേശത്ത് കർത്താവിന്റെ സാക്ഷികളായതിലേറെ കൊരിന്ത്യ സംസ്കാരം, കൊരിന്തിന്റെ മ്ലേച്ഛതകൾ, കൊരിന്ത്യ സമൂഹത്തിന്റെ അധാർമികതകളായ മാലിന്യങ്ങൾ, നമ്മൾ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലൊക്കെ വരുന്നുണ്ടെ കാണുന്നുണ്ട്. അവിടെ ഏറ്റവും മ്ലേച്ഛമായ ജീവിതചര്യ അനുഷ്ഠിച്ചിരുന്ന ചില വ്യക്തികൾ അവിടുത്തെ സഭയിലുണ്ടായിരുന്നു. ഇതായിരുന്നു കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം. അഥേന നഗരം ഞാൻ പറഞ്ഞല്ലോ, അവരൊരു തത്വചിന്തകളുടെ നഗരമായിരുന്നു. ഭൗതിക ചിന്തകൾ, തത്വചിന്തകളൊക്കെ അഥേന നഗരത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ തത്വചിന്തകളുടെ സ്വാധീനം കൊരിന്ത്യർക്കിടയിലും ഉണ്ടായിരുന്നു. തത്വചിന്തകന്മാർ വിവിധ പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ട്
ഡിബേറ്റുകളിൽ ഏർപ്പെടുന്നത് പോലെ അവർക്ക് അനുചര വൃന്ദത്തെ സമ്പാദിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുവാനായിട്ട് വലിയ വാക്ചാതുര്യത്തോടെ സംസാരിച്ചിരുന്നത് പോലെ കട്ടിയേറിയ വാക്കുകൾ വാക്ചാതുര്യോടെ സംസാരിക്കുന്നതൊക്കെ ജനത്തിൽ വലിയ മതിപ്പുളവാക്കിയിരുന്നു. 2 കൊരിന്ത്യർ 10:10 പൗലോസിനെ ആക്ഷേപം പറയുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ ലേഖനങ്ങൾ ഘനവും മൂറ്റവും ഉള്ളത്, ശരീരസന്നിധി നിന്ദ്യവും. അല്ലെ, അങ്ങനെ അല്ല പറയുന്നത്. വാക്ക് 10:10 എന്താണ്? 2 കൊരിന്ത്യർ 10:10 അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. നോക്കുക, പൗലോസിന്റെ വാക്ക് നിന്ദ്യമാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് മോശമായി സംസാരിക്കുന്നുവെന്നല്ല, അവരുടെ തത്വജ്ഞാനികളെ പോലെയുള്ള ആ വാക്ചാതുര്യത്തോടെ സംസാരിക്കുവാൻ പൗലോസിന് കഴിയാഞ്ഞിട്ടല്ല. പൗലോസ് വളരെ പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു. പൗലോസ് സ്വയം തന്നെ ഈ 1-ാമത്തെ ലേഖനം 1:17 വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. നമുക്കറിയാം, ഇന്നും ചില പ്രഭാഷകന്മാരൊക്കെ സംസാരിക്കുമ്പോൾ പ്രാസമൊപ്പിച്ച് പറയുക, അങ്ങനെ ജനത്തെ കയ്യിലെടുക്കുവാനുള്ള ചില സാഹിത്യ ശൈലികളിലൊക്കെ പറയുക, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിലൂടെ അവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ എന്നിലേക്കല്ല ശ്രദ്ധ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശാണ് നിങ്ങളുടെ മുൻപിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ടല്ലോ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പൊ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ തന്റെ വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നവനായിരുന്നു പൗലോസ്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകരുത്, അതായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. അപ്പോൾ പൗലോസ് അങ്ങനെ വലിയ സത്വചിന്തകന്മാരുടെ ശൈലിയിലും സാഹിത്യ ഭാഷയിലും പ്രാസത്തിലും ഒന്നും സംസാരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 2-ാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് ഇവിടെ കൊരിന്തിലെത്തുന്നത്. അത് ഏകദേശം 49-നും 51 AD-ക്കും ഇടയിലാണ്. 49, 51 AD ആ കാലഘട്ടത്തിലാണ്. പ്രവർത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 36 മുതൽ 18-ന്റെ 22 വരെയുള്ള ആ ഭാഗത്ത് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ആ കാലം അനുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 1 ആണ്ടും 6 മാസവും കൊരിന്തിൽ താൻ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. പ്രവർത്തികൾ 18:11 പറയുന്നുണ്ട്, 18 മാസക്കാലം കൊരിന്തിൽ. പൗലോസ് അവിടെ സുവിശേഷം പറഞ്ഞ് അങ്ങനെ കൊരിന്തിൽ ഒരു സഭ സ്ഥാപിതമായി. തുടർന്ന് പൗലോസ് അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ എഫെസോസിലേക്ക് പോകുന്നു. അതിനുശേഷം എഫെസോസിൽ നിന്ന് പൗലോസ് യെരുശലേമിലേക്ക് പോയ ശേഷം അലക്സാണ്ട്രിയക്കാരനായ അപ്പല്ലോസ് എന്ന പേരുള്ള വാഗ്വൈഭവമുള്ള, തിരുവഴുത്തിൽ സാമർത്ഥ്യമുള്ള, എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നല്ല സാമർത്ഥ്യമുള്ള ഒരുവൻ എഫെസോസിലെത്തി. ഞാൻ ഇതെല്ലാം പറഞ്ഞു. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഈജിപ്തിന്റെ വടക്ക് ഭാഗത്തുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന പട്ടണം, അവിടെയാണ് സെപ്റ്റുജന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഗ്രീക്ക് പരിഭാഷയൊക്കെ നടത്തിയിട്ടുള്ളത്. അവിടെ ഒരു റിലീജിയസ് സിറ്റി ആയിരുന്നു അലക്സാണ്ട്രിയ എന്ന് പറയുന്നത്. അപ്പം അവിടെ തിരുവഴുത്തുകളിൽ, അതായത് പഴയ നിയമത്തിൽ നല്ല പഠനം സിദ്ധിച്ച, അവിടെയുള്ള പാഠശാലയിൽ പഠിച്ചിരുന്നവനായ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പല്ലോസ് എഫെസോസിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അവിടെ ഇല്ല. അക്വിലാസും പ്രിസ്കില്ലയും അവിടെയുണ്ട്. അവർക്ക് ഈ ചെറുപ്പക്കാരനെ നന്നായി ഇഷ്ടപ്പെട്ടു. എന്നാൽ അവൻ മഷിഹായെ പറ്റി പറയുന്നു. പക്ഷേ ആ മഷിഹ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആണെന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞില്ല. അത് അക്വിലാസും പ്രിസ്കില്ലയും അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അക്വിലാസും പ്രിസ്കില്ലയും അതവനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പല്ലോസ് വളരെ തീഷ്ണതയോടുകൂടി തന്റെ ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അവനെ കൊരിന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് അക്വിലാസും പ്രിസ്കില്ലയുമാണ്. അക്വിലാസും പ്രിസ്കില്ലയും അവന് ഒരു ശുപാർശ കത്തൊക്കെ കൊടുത്ത്, സഹോദരന്മാർക്ക് കത്തൊക്കെ കൊടുത്ത് അപ്പല്ലോസിനെ
അക്കായയിലേക്ക് പോകുവാൻ, അതായത് കൊരിന്തിലേക്ക് പോകുവാൻ ഉത്സാഹിപ്പിച്ചു. അവൻ കൊരിന്തിലേക്ക് പോയി. അവൻ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന്, യേശു തന്നെയാണ് യഹൂദന്മാരുടെ പ്രതീക്ഷയായിരുന്ന മിശിഹ എന്ന് സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയുണ്ടായി. പ്രവർത്തകരുടെ പുസ്തകം 18-24 മുതൽ 28 വരെയുള്ള വചനഭാഗത്തിൽ അത് പറയുന്നുണ്ട്. യേശു തന്നെ ക്രിസ്തു എന്ന്. അതന്നെയായിരുന്നു പൗലോസിന്റെയും പ്രസംഗം. യേശു തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷയായിരിക്കുന്ന മിശിഹ എന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു. പ്രവർത്തകർ 18-5-28 വാക്യങ്ങളിലൊക്കെ പൗലോസ് അങ്ങനെ ചെയ്തതായി കാണുന്ന അതേ കാര്യം തന്നെയാണ് അപ്പല്ലോസും ചെയ്തതായി കാണുന്നത്. യേശു തന്നെ ക്രിസ്തു. അപ്പോൾ ഒന്നാമത് പൗലോസ് അവിടെ കടന്നുപോയി സുവിശേഷം അറിയിച്ചു. പിന്നാലെ അപ്പല്ലോസും വന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:6 പൗലോസ് പറയുന്നു, പൗലോസ് നട്ടു. ബാക്കി പറ. അപ്പല്ലോസ് നനച്ചു. ദൈവമത്രേ വളരുമാറാക്കുന്നത്. പൗലോസ് നട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ വചനം വിതയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ചത്, നടുവാൻ ദൈവം ഉപയോഗിച്ചത് പൗലോസിനെയാണെങ്കിൽ അതിനുശേഷം വന്ന് നനയ്ക്കുവാൻ, സഭയെ ആത്മിക വർധനയിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിത്വമാണ് അപ്പല്ലോസ് എന്ന് പറയുന്നത്. എന്നാൽ ആരൊക്കെ എത്ര തന്നെ സുവിശേഷം പറഞ്ഞാലും ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ ഹൃദയങ്ങളെ ഒരുക്കുന്നത്, വളരുമാറാക്കുന്നത് ദൈവമാണ്. കേൾക്കുന്ന വചന ഹൃദയത്തിൽ അത് ആഴ്ന്നിറങ്ങി അത് വളർന്ന് നന്നായിട്ട് ഫലം കായ്ക്കേണ്ടതിന് വളരുമാറാക്കുന്നത് ദൈവമാണ്. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിൽ എത്തുമ്പോൾ, 3-ാമത്തെ മിഷണറി യാത്ര ഞാൻ പറഞ്ഞല്ലോ, 2-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ സഭ കൊരിന്തിൽ പൗലോസ് പ്രവർത്തിച്ച് സ്ഥാപിതമാകുന്നത്. തുടർന്ന് തന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസിലായിരുന്നപ്പോൾ കൊരിന്തിൽ നിന്നും ചില മോശം വാർത്തകൾ പൗലോസിന്റെ അടുക്കൽ എത്തുകയാണ്. കൊരിന്തിൽ നിന്നും ചില മോശം വാർത്തകൾ പൗലോസിന്റെ അടുക്കൽ എത്തുന്നു. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. പൗലോസ് അവിടെ പ്രവർത്തിച്ച കാലഘട്ടത്തെ പറ്റി തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറഞ്ഞങ്ങ് പോകാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 18-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം 18-12 പറയുന്നു. ഒന്ന് വായിച്ചേ. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു. അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഗല്ലിയോൻ അക്കായയിൽ ദേശാധിപതി, അതായത് പ്രോകോൺസുലായിട്ട്, റോമൻ പ്രോകോൺസുലായിരുന്ന ഗല്ലിയോൻ അക്കായയിൽ വാഴുമ്പോൾ, ആ കാലഘട്ടം ചരിത്രമാണ്. 51-52 AD ഗല്ലിയോൻ അക്കായയിൽ പ്രോകോൺസുലായിരുന്നത്. ഇപ്പൊ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ ആയിരുന്നത് എന്നാണെന്ന് 100 വർഷം കഴിഞ്ഞാലും ചരിത്ര രേഖകൾ ലഭിക്കും. അതുപോലെ ഭരണാധികാരികളുടെ ഭരണകാലം ചരിത്ര രേഖകളാണ്. അങ്ങനെയാണ് ഗല്ലിയോൻ അക്കായയിൽ പ്രോകോൺസുലായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുൻപാകെ നിർത്തി എന്ന് പറയുമ്പോൾ, പ്രോകോൺസുലായിരുന്ന 51-52 കാലഘട്ടം, പൗലോസ് കൊരിന്തിൽ പ്രവർത്തിച്ചത് 18 മാസക്കാലം. അപ്പോൾ ഇത് ഓവർലാപ്പ് ആയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനോടനുബന്ധിച്ചുള്ള ആ കാലഘട്ടത്തിലാണ് പൗലോസ് കൊരിന്തിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് നിശ്ചയമായി പറയുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് ചിന്തിക്കുന്നു. നമ്മൾക്ക് സാന്ദർഭികമായത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയേക്കും, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഇവിടേക്ക് വരാം. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പൗലോസിന്റെ അടുക്കൽ ചിലർ ഒരു കത്തുമായിട്ട് വരികയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഒരു കത്ത് ക്ലോവയുടെ ആളുകൾ എന്ന് പറഞ്ഞ ഹൗസ് ഓഫ് ക്ലോവ എന്ന് പറഞ്ഞിരിക്കുന്നു.
അവിടെ ക്ലോവ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നടന്ന ഒരു സഭയുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബന്ധുമിത്രാദികളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. കൊരിന്തിൽ നിന്നും ചിലർ എഫസോസിലേക്ക് പൗലോസിന്റെ അടുക്കലേക്ക് വരികയാണ്. അവർ കൊരിന്തിലെ ചില പ്രശ്നങ്ങൾ പൗലോസിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തെ നമ്മൾ കാണേണ്ടത്, 1 കൊരിന്ത്യർ കാണേണ്ടത്, ഒന്നാമത് പൗലോസിന്റെ ക്ലോവയുടെ ആളുകൾ മുഖാന്തരം കിട്ടുന്ന ഒരു കത്ത്. രണ്ടാമത് പൗലോസിന് 7 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്നത് മറ്റു ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ചില വ്യക്തികൾ മുഖാന്തരം പൗലോസിന്റെ അടുക്കൽ ഒരു കത്തുമായിട്ട് വരുന്നു. ആ വ്യക്തികൾ സൊസ്തനേസ്, ഫോർത്തുനാത്തോസ്, അക്കൈക്കോസ്, ഇങ്ങനെ 3 പേരായിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം കാണുന്നു. ആ കത്തുകൾക്കുള്ള മറുപടിയായിട്ട് കൂടെ എഴുതുന്നതാണ് 1-ാമത്തെ ലേഖനം. ഇതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം. ഇനി ഇതിന്റെ വിഷയ വിഭജനം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ വിഷയ വിഭജനം നിങ്ങളിത് നോട്ട് ചെയ്ത് കൊള്ളുക. ഈ വിഷയ വിഭജനം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എന്താണെന്നുള്ളത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ആമുഖമാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ 1-ാം അധ്യായം. പിന്നെ ക്ലോവയുടെ ആളുകൾ അറിയിച്ച പ്രശ്നങ്ങൾ 1-ാം അധ്യായം 10 മുതൽ 6-20 വരെയുള്ളത് ക്ലോവയുടെ ആളുകൾ അറിയിച്ച പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് സഭയിലെ ഭിന്നപക്ഷങ്ങൾ. 1-10 മുതൽ 4-21 വരെയുള്ള വചനഭാഗം സഭയിലെ ഭിന്നപക്ഷങ്ങൾ സംബന്ധിച്ചാണ്. 5-1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ലൈംഗിക അസാൻമാർഗികത. 6-1 മുതൽ 9 ആദ്യ ഭാഗം വരെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന വ്യവഹാരങ്ങൾ. അവർ ജാതികളുടെ മുൻപാകെ വ്യവഹാരത്തിന് പോയി. 6-9 2-ാം ഭാഗം മുതൽ 20 വരെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ധാർമ്മികമായ മലിനീകരണം. ക്ലോവയുടെ ആളുകൾ അറിയിച്ച പ്രശ്നങ്ങൾ ഇത്രയുമാണ്. രണ്ടാമത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സൊസ്തനേസ്, ഫോർത്തുനാത്തോസ്, അക്കൈക്കോസ് മുഖാന്തരം ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുതി അയച്ച ഒരു കത്തിന് മറുപടി പറയുന്നതാണ്. അത് 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ ചോദിക്കും, നിങ്ങള് ചോദിച്ച വിഷയത്തിന് എന്റെ മറുപടി ഇതാണെന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമത് വിവാഹവും അവിവാഹിതാവസ്ഥയും. വിവാഹം കഴിക്കണമോ വേണ്ടായോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹമോചനം സാധ്യമാണോ, ഇങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് പൗലോസിന് എഴുത്തയച്ചിരിക്കുകയാണ്. 8 മുതൽ 10, 8, 9, 10 അധ്യായങ്ങളിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് സംബന്ധിച്ച് പൗലോസ് അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 16 വാക്യങ്ങളിൽ സ്ത്രീകൾ തലമറയ്ക്കാതെ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. അത് സംബന്ധിച്ച് സംസാരിക്കുന്നു. 11-17 മുതൽ 34 വരെ തിരുവത്താഴം അഥവാ കർത്താവിന്റെ മേശ സംബന്ധിച്ച് പൗലോസ് പറയുന്നു. നമ്മൾ സാധാരണ സഭാ യോഗങ്ങളിൽ കർത്തമേശ സമയത്ത് വായിക്കുന്ന ഒരു വചനഭാവം കൂടിയാണത്. 12, 13, 14 അധ്യായങ്ങളിൽ ആത്മീക വരങ്ങൾ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. 15-ാം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം, കളക്ഷൻ, യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് ജാതികളുടെ ഇടയിൽ ധർമ്മശേഖരം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് തുടർന്ന് ഉപസംഹാരം, നിർദ്ദേശങ്ങൾ, ആശീർവാദം, ഇങ്ങനെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ വിഷയ വിഭജനം കിടക്കുന്നു. നമുക്ക് ആ 1-ാം ലേഖനത്തിലേക്ക് വരാം. ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കി. 1-20 വാക്യത്തിൽ പറയുന്നു, ജ്ഞാനി എവിടെ, ശാസ്ത്രിയുടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ. 1-ാം അധ്യായത്തിന്റെ ഒരു തീമായി നമുക്ക് കാണാവുന്നതാണ്. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഒന്നാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിവിധ വിഷയങ്ങൾ ക്ലോവയുടെ ആൾക്കാർ എഴുതി അയച്ചു. അവയ്ക്ക് മറുപടി പറയുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ്.
അവരുടെ ഇടയിൽ ഭിന്നതകളുണ്ട്, അവരുടെ ഇടയിൽ ലൈംഗിക അസാൻമാർഗികതയുണ്ട്, അവരുടെ ഇടയിൽ വ്യവഹാരങ്ങളുണ്ട്, ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിനെ അവരെ ശാസിക്കുന്നതിന് മുൻപായിട്ട് പൗലോസ് കൊരിന്ത്യരുടെ വിളി ഓർപ്പിക്കുന്നു. അവരുടെ കൃപാവരങ്ങൾ സംബന്ധിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. കൊരിന്ത്യ സഭയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. 1:7 വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊരിന്ത്യ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭയായിരുന്നു. കൊരിന്ത്യൻ ചർച്ച് ഹാഡ് ഓൾ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ്, ബട്ട് ദേ വേർ എ കാർണൽ ചർച്ച്. കൊരിന്ത്യ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നപ്പോൾ തന്നെ അവര് ജഡീകമായ ഒരു സഭയായിരുന്നു. ജഡീകന്മാർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയുടെ ഒരു അപജയമായി കാണുന്നത് അതാണ്. അപ്പോൾ പൗലോസ് അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് അവരുടെ വിളിയെ ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് അവരെ ഓർപ്പിച്ച് നിങ്ങൾ വിളി എന്താണെന്നുള്ളത് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സുസ്തനേസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് യേശുക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ എഴുതുന്നത്. പൗലോസ് അങ്ങനെ അവരെ അഡ്രസ് ചെയ്യുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണെന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ പ്രത്യേക പദവി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും നമ്മൾ പൗലോസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ വരുന്ന ഉടനെ എഫേസ്യർ 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കാം. എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഡോക്ട്രൈൻ, പിന്നെ 3 അധ്യായങ്ങൾ 4, 5, 6 അധ്യായങ്ങൾ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ വെൽത്ത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത 3 അധ്യായങ്ങൾ 4, 5, 6 അധ്യായങ്ങളിൽ വോക്ക്, നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് പറയുകയാണ്. 4-ാം അധ്യായം ആരംഭിക്കുക എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ് ആ കാര്യം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. ദൈവജനമേ, എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നാം ഈ കൃപയിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നാം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് എന്ന് ഓരോ നിമിഷവും നമുക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രത്യേക പദവി നമ്മുടെ ഉള്ളിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്കൊരു പ്രചോദനമായിരിക്കും. ഞാന് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ മരണസമയത്ത് മലയാള മനോരമയുടെ ഒരു സപ്ലിമെന്റിലാണ് ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ സഹപാഠിയും അദ്ദേഹത്തിന്റെ ഹോസ്റ്റൽ റൂം പാർട്ട്നേഴ്സുമായിരുന്ന 2 പേര് പ്രസിഡന്റ് കലാമിനെ സന്ദർശിക്കുവാൻ പ്രത്യേക അപ്പോയിന്റ്മെന്റ് ലഭിച്ച് രാഷ്ട്രപതി ഭവനിൽ ചെല്ലുന്നു. അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് മാനായിരുന്നു, വളരെ വിനയമുള്ള വ്യക്തിയായിരുന്നെന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം തന്റെ സ്നേഹിതന്മാരോട് കൂടെ രാഷ്ട്രപതി ഭവന്റെ മുൻപിൽ മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്, അവിടെ ഇരുന്ന് സന്ധ്യാസമയത്ത് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്ന് പഴയ കാലത്തെ കുറിച്ചൊക്കെ അയവിറക്കി നിന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു, എനിക്കിപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ പോലെ അന്ന് പട്ടണത്തിൽ നമ്മൾ വൈകിട്ട് നടന്നതുപോലെ ഒരുമിച്ചൊന്ന് നടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? കാരണം ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിപ്പോയി.
ഒന്ന് ചിന്തിക്കണം. എന്നെ വളരെ സ്പർശിച്ചൊരു വാചകമാണത്. ഇന്ത്യൻ പ്രസിഡന്റിന് സാധാരണ മനുഷ്യൻ നടക്കുന്നത് പോലെ വെറുതെ റോഡില് ഒരു തെരുവ് മനുഷ്യനെ പോലെ നടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആത്മീകമായ ഏറ്റവും ഉന്നതമായ പദവിയിൽ അത്യുന്നതനായ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന നമുക്ക് ലോകക്കാർ നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ ബലഹീനതയല്ല, അത് നമ്മുടെ പദവിയുടെ ഔന്നത്യമാണ്. അത് നമ്മുടെ ബലഹീനത കൊണ്ടല്ല. ലോകക്കാരെ പോലെ നമുക്ക് നടക്കുവാൻ സാധിക്കാതിരിക്കുന്നത് നമ്മുടെ ബലഹീനതയല്ല, നമ്മുടെ പദവിയുടെ ഔന്നത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നമ്മോട് തന്നെ പറയണം, ഞാൻ വിളിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ്. വിശുദ്ധൻ എന്നുള്ള വാക്ക് തന്നെ, ഹഗിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സെപ്പറേറ്റഡ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണക്കാരനല്ല. വിശുദ്ധൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്നാണ്. വിശുദ്ധൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് സാമാന്യം. വിശുദ്ധമായതും സാമാന്യമായതും നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചങ്ങ് പോകാം. വിശുദ്ധമെന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാമാന്യം. നോക്കിയേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം, 1 ശമൂവേൽ 21-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 21-ന്റെ 4-ാം വാക്യം. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല, ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കും. വിശുദ്ധമായത് സാമാന്യമായത്. ഇനി എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 42-ന്റെ 20 ഒന്ന് വായിച്ച്. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു, വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ. 44-ന്റെ 23. അവർ വിശുദ്ധമായതിലും സാമാന്യമായതിലും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായ വിശുദ്ധം സാമാന്യം. ഹോളി അതിന്റെ ഓപ്പോസിറ്റ് പെട്ടെന്ന് വരും അൺഹോളി എന്ന്. അതിനേക്കാൾ കറക്റ്റ് ആയിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി. വിശുദ്ധം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഓർഡിനറി. നമ്മള് സെയിൻസ് ആണ്, വിശുദ്ധന്മാരാണ്. വിശുദ്ധന്മാരല്ലാത്തവരാരാണ്? സാമാന്യ ജനമാണ്. വിശുദ്ധന്മാരല്ലാത്തവര് സാമാന്യ ജനമാണ്. നാം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. നമ്മുടെ പദവി ഒന്ന് ഓർത്ത് നോക്കുക. ആ പദവിയാണ് നമ്മുടെ നടപ്പ് യോഗ്യമായിരിക്കുവാൻ നമുക്ക് പ്രചോദനമാകുന്നത്. അത് നമ്മുടെ ബലഹീനതയല്ല, അത് നമ്മുടെ പദവിയുടെ ഔന്നത്യമാണ്. സാധാരണക്കാരൻ വസ്ത്രം ധരിക്കുന്ന പോലെ ഒരു വിശുദ്ധന് വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. സാധാരണക്കാരൻ നടക്കുന്നത് പോലെ നടക്കാനൊക്കത്തില്ല. സാധാരണക്കാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനൊക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് അവർ വീക്ക്നെസ്, ഇറ്റ് ഈസ് അവർ ഗ്രേറ്റ്നെസ്. അത് നമ്മുടെ മഹത്വമാണ്, ബലഹീനതയല്ല, നമ്മുടെ മഹത്വമാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത് അവർ വളരെ കൃപാവരങ്ങളുള്ളവരാണ്, അവരെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ആ ക്രിസ്തുവേശുവിലുള്ള കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. നമുക്ക് കൊരിന്തിലുള്ള ദൈവസഭ, സഭ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എക്ലേഷ്യ എന്നുള്ളൊരു പദമാണ്. പുതിയ നിയമത്തിൽ സഭ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. എക്ലേഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് സഭ എന്ന് പറയുവാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എക്ലേഷ്യ എന്നുള്ള ആ പദം, എക്ലേഷ്യ എന്നുള്ള പദം, അതിന്റെ മീനിങ് ഗ്യാതറിംഗ് ഓഫ് ദോസ് സമൺഡ്, വിളിക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ
എന്നാണ് എക്ലേഷ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം. വിളിക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ എന്നാണ് എക്ലേഷ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നിങ്ങൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പുരാതന ഗ്രീസിലെ കുറെ പൗരമുഖ്യന്മാർ കൂടിയിരിക്കുന്ന അവരുടെ എക്ലേഷ്യയുടെ ചിത്രമാണ്. ഏൻഷ്യൻ ഗ്രീസ്, അവിടെ പൗരമുഖ്യന്മാരുടെ സഭയ്ക്ക് വിളിച്ചിരുന്ന പേരാണ് എക്ലേഷ്യ. അവർ സാമാന്യ ജനമല്ല, സഭയെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ പുരാതന ഗ്രീസിലെ പൗരമുഖ്യന്മാരുടെ ആ സഭ, അതിന് പറഞ്ഞിരുന്ന പേരാണ് എക്ലേഷ്യ. എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരല്ല, സമൂഹത്തിലെ ഏറ്റവും ഉന്നതന്മാരാണ്. ഇന്ന് നമ്മള് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ അസംബ്ലി എന്നോ പാർലമെന്റ് എന്നോ ഒക്കെ പറയുന്നത് പോലെ അന്ന് രാജ്യക്കാരുടെ ഭരണകാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിരുന്നത് ഈ പൗരമുഖ്യന്മാരുടെ സംഘടനയാണ്. പൗരമുഖ്യന്മാരുടെ ഈ സമൂഹമാണ് തീരുമാനിച്ചിരുന്നത്. ഇവരാരാണ്? സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെയുള്ള പ്രധാനികളുടെ ആ കൂട്ടത്തിന് വിളിച്ചിരുന്ന പേരാണ് എക്ലേഷ്യ. ദൈവവചനത്തിൽ വിശുദ്ധന്മാരുടെ കൂടിവരവിനെ വിളിച്ചിരിക്കുന്ന പേര് എക്ലേഷ്യ എന്നാണ്. എക്ലേഷ്യ എന്നാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിളിക്കപ്പെട്ട പൗലോസും സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ ആയവർക്ക് തന്നെ. ശ്രദ്ധിച്ച പദം, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവരെയാണ് എക്ലേഷ്യ അഥവാ സഭ എന്ന് പറയുന്നത്. അപ്പം ദൈവസഭ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നാം ദൈവസഭയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാണ്. ലോകത്തിലെ ഒരു പാർലമെന്റ് അല്ലെങ്കിൽ അസംബ്ലി എന്ന് പറയുന്നത് പോലെ ഏൻഷ്യൻ ഗ്രീസിലെ പൗരമുഖ്യന്മാരുടെ സഭയ്ക്ക് വിളിച്ചിരുന്ന അതേ പേരാണ് പുതിയ നിയമത്തിൽ ദൈവസഭ എക്ലേഷ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർ, അവരാണ് എക്ലേഷ്യ. ദൈവസഭയ്ക്ക് എപ്പോഴും ക്രിസ്തുവേശുവിലുള്ള സഭ എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവേശുവിലുള്ള സഭ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജിയോഗ്രഫിക്കൽ അഡ്രസ് ഉണ്ട്. സഭയ്ക്ക് ഒരു സ്പിരിച്വൽ അഡ്രസ്സും ഉണ്ട്, ഒരു ജിയോഗ്രഫിക്കൽ അഡ്രസ്സും ഉണ്ട്. സ്പിരിച്വൽ അഡ്രസ് എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിലുള്ള സഭ. ക്രിസ്തുവേശുവിനോട് ചേരുന്നത് കൊണ്ടാണ് നമ്മൾ സഭ ആയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള സഭ, അത് ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരും ചേർന്ന് വരുന്ന സഭയാണ് ക്രിസ്തുവേശുവിലുള്ള സഭ. അപ്പോൾ തന്നെ ഒരു ഭൂമിശാസ്ത്രപരമായ മേൽവിലാസം, ജിയോഗ്രഫിക്കൽ അഡ്രസ്, ഭൂമിശാസ്ത്രപരമായ മേൽവിലാസം. എഫെസോസിലുള്ള സഭ, തെസ്സലോനിക്കയിലുള്ള സഭ, റോമയിലുള്ള സഭ, ഗലാത്യയിലുള്ള സഭ, കൊരിന്തിലുള്ള സഭ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 7 സഭകളെ പറ്റി പറയുന്നുണ്ട്. എഫെസോസ്, സ്മുർന, തുയത്തൈര, സർദീസ്, ഇങ്ങനെ തുടങ്ങി ലവോദിക്ക വരെയുള്ള 7 സഭകൾ. അതുകൂടാതെ നമ്മൾക്ക് മറ്റ് സഭകൾ, കൊളോസിയിലുള്ള സഭ, അങ്ങനെ നിരവധി സഭകൾ വേറെയുണ്ട്. അപ്പോൾ സഭയ്ക്ക് ഒരു സ്പിരിച്വൽ അഡ്രസ് ഉള്ളത്, ആ അഡ്രസ് ക്രിസ്തുവേശുവിലുള്ള സഭ. അതിനൊരു ജിയോഗ്രഫിക്കൽ അഡ്രസ്സും ഉണ്ട്, അത് ഭൂമിശാസ്ത്രപരമായ മേൽവിലാസം, അതാണ് കൊരിന്തിലുള്ള സഭ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാദേശിക സഭയോടനുബന്ധിച്ച് ഒരു അഡ്രസ് ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഈ എക്ലേഷ്യ വിളിക്കപ്പെട്ടവരുടെ ഒത്തുചേരലാണ്. ക്രിസ്തുവേശുവിനായി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവർ വിശുദ്ധന്മാരാണ്. ഹഗ്യോസ് ആണ്. ഹഗ്യോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. ഈ വിശുദ്ധൻ എന്നുള്ള പദം ഇത് കത്തോലിക്ക സഭയിലൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് ചാർത്തിക്കൊടുക്കുന്ന, മരണാനന്തരം ചാർത്തിക്കൊടുക്കുന്ന ഒരു പദവിയാണ്. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെയല്ല കാണുന്നത്. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന, ദൈവത്തിനായി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധന്മാര്, ആ വ്യക്തികളാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. സാമാന്യമായതിൽ നിന്നും വേർതിരിച്ച് കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നവർ. ഇനി ഓരോ സമയം ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയണം, ഞാൻ ഒരു വിശുദ്ധനാണ്. മറ്റുള്ളവരുടെ മുൻപിൽ വിശുദ്ധനാണെന്ന് കാണിക്കുന്ന ഗിമ്മിക്സ് അല്ല ഞാൻ പറഞ്ഞത്. നാം നമ്മുടെ മനസ്സാക്ഷിയോട് പറയണം. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ പൊങ്ങി വരുമ്പോൾ, വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ,
കോപമുണ്ടാകുമ്പോൾ, പകയുണ്ടാകുമ്പോൾ, അസൂയുണ്ടാകുമ്പോൾ പറയണം ഞാനൊരു വിശുദ്ധനാണ്. അപ്പോൾ നേരെ അതിനെ സബ്സൈഡ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ സാമാന്യ ജനത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാർ. അവരോട് പൗലോസ് പറയുകയാണ്, 3-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയെന്ന് പറയുവാൻ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം കാരിസ് എന്ന് പറയുന്ന ഒരു പദമാണ്. കാരിസ് എന്ന പദമാണ് കൃപ എന്ന് പറയുവാൻ ഉപയോഗിക്കുന്നത്. കൃപ എന്ന് പറയുന്നത്, കൃപയുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഒരു വന്ദന, അഭിവാദന ശബ്ദമായിരുന്നു. അതുപോലെ തന്നെ സമാധാനം, ഷാലോം എന്ന് പറയുന്നത് എബ്രായരുടെ വന്ദനമായിരുന്നു. കൃപ, സമാധാനം. പൗലോസ് പറയുമ്പോൾ ഇവ രണ്ടും കൂടെ ചേർത്ത വന്ദനം പറയുന്നത്. ഇവിടെ വാക്കുകളുടെ ക്രമം ശ്രദ്ധിക്കണം. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഏതെങ്കിലും ലേഖനങ്ങളിൽ കൃപയ്ക്ക് മുമ്പ് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. എപ്പോഴും കൃപ ഫോളോഡ് ബൈ സമാധാനമാണ്. കൃപ ഫോളോഡ് ബൈ സമാധാനമാണ്. കാരണം ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ടുള്ളവർക്ക് ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ടുള്ളവർക്ക് ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കൃപ, സമാധാനം, കൃപയും സമാധാനവും എന്ന് പറഞ്ഞ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് അവർക്ക് വന്ദനം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പൗലോസ് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. 4-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, പൗലോസ് അവരെ അടിക്കുവാനായിട്ട് വടിയെടുക്കുവാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് അവരോട് ചില നല്ല വാക്കുകൾ പറയുകയാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പൗലോസിന്റെ സമീപനം. നേരെ പിടിച്ചിട്ട് അങ്ങ് അടിക്കുകയല്ല. അവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് അവരുടെ പദവി എന്താണ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ എന്താണ്, അവരാരാണ് എന്നെല്ലാം അവരെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് താൻ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാകുന്നു. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാകുന്നുവെന്ന് 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1-ന്റെ 6-ാം വാക്യം. 2 കൊരിന്ത്യർ 8:7 അത് തന്നെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 8:7 അത് തന്നെ പറയുന്നുണ്ട്. 2-ാം ലേഖനത്തിലും 8-ാം അധ്യായം 7-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ 7-ാം വാക്യത്തിൽ തുറന്ന് അദ്ദേഹം പറയുകയാണ്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാകുന്നു. എത്ര നല്ല സാക്ഷ്യമാണ് പൗലോസ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, അവർ എക്ലേഷ്യയാണ്. അവര് ദൈവത്തിന്റെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. വലിയ പദവിയുള്ളവരാണ്. അവർ വിശുദ്ധന്മാരാണ്. അവർ ദൈവ കൃപ ലഭിച്ചവരാണ്. അവർക്ക് ദൈവകൃപ ലഭിച്ചവരാണ്. അതുകൊണ്ട് താൻ സ്തോത്രം ചെയ്യുകയാണ്. സകല പരിജ്ഞാനത്തിലും സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും കുറവില്ലാത്തവരാണ്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണ്. ഈ സാക്ഷ്യങ്ങൾ പൗലോസ് അവരെ പറ്റി പറയുകയാണ്. ഇനി ഒന്നുകൂടെയുണ്ട്. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടവർ പറയുക. അവരെ പറ്റി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവർ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരുമാണ്. വേറെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ഏറെ പ്രചോദനമായിരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ആ പ്രത്യാശയാണ്. ആ പ്രത്യാശ കെടുത്തിക്കളയുവാനാണ് സാത്താൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പലപ്പോഴും സഭയിലും ഒക്കെ ദൈവവചനം സംസാരിക്കുന്ന വേദികളിലൊക്കെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, പഴയകാല കൺവെൻഷനുകളിലൊക്കെ 1-ാം ദിവസം മിക്കവാറും രക്ഷയെപ്പറ്റി സംസാരിക്കും. 2-ാം ദിവസത്തെ സംസാരിക്കുന്നത് ആര് തന്നെയായാലും ആ വ്യക്തി വിശുദ്ധീകരണത്തെ പറ്റി സംസാരിക്കും. 3-ാം ദിവസം സംസാരിക്കുന്ന വ്യക്തി മിക്കവാറും സംസാരിക്കുന്നത് കർത്താവിന്റെ മടങ്ങിവരവിനെ പറ്റിയായിരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ 3 വിഷയങ്ങളും വിട്ട്
നിങ്ങളുടെ ഞെരുക്കം മാറ്റുന്ന കർത്താവ്, നിങ്ങളുടെ രോഗം മാറ്റുന്ന കർത്താവിനെ പറ്റിയാണ് പലപ്പോഴും പ്രസംഗിച്ച് കേൾക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ പ്രത്യാശ പ്രസംഗിക്കപ്പെടാതെ പോകുന്നത് കാരണം എന്താണ്? ജനം വിശുദ്ധിയിൽ നിന്ന് അന്യപ്പെട്ട് ലോകോന്മുഖമായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പത്രോസ് ഇങ്ങനെ എഴുതുന്നുണ്ട്. അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ 2 പത്രോസ് 3:3-4 പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. നോക്കുക, 1-ാം നൂറ്റാണ്ടിൽ തന്നെ പത്രോസ് ഇത് എഴുതുമ്പോൾ പത്രോസ് പറയുകയാണ്, അന്ത്യകാലത്ത് ചിലര് വരും, അവര് ചോദിക്കുക അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സൗരവും സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന പോലെ തന്നെ ഇരിക്കുന്നു, എന്തെങ്കിലും മാറ്റമുണ്ടോ? പത്രോസ് പ്രസംഗിച്ച് പൗലോസ് പ്രസംഗിച്ചതാണ് കർത്താവ് മടങ്ങി വരുന്നത്, ഇതാ വരുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടെ ജനിച്ചു വീണ കാലം തൊട്ട് ഇതൊക്കെ കേൾക്കുക. എവിടെയാ? ഇന്ന് ഈ യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് മടങ്ങി വന്നെന്നിരിക്കും. ഇതൊക്കെ എത്ര നാളായിട്ട് കേൾക്കുന്നു? വേറെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളവൻ അറിയാം. ഇന്ന് ഈ ക്ലാസ് നടക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും കർത്താവിന് വരാം, ഈ നിമിഷം കർത്താവിന് വരാം. പക്ഷേ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എന്ന് പറഞ്ഞാൽ ലോകോന്മുഖമായി ജീവിക്കുന്ന, മോഹത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ, അവരാരാ? ക്രിസ്തുയേശുവിലുള്ളവരല്ല. അവരാരാ? ഗലാത്യർ 5:24 പറയുന്നുണ്ടല്ലോ, those who belong to Christ Jesus have crucified their sinful nature with its passions and desires. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവർ, അവർ തങ്ങളുടെ രാഗമോഹങ്ങളോടുകൂടി ആ ജഡിക മനുഷ്യനെ ക്രൂശിച്ചിരിക്കുക. അപ്പോൾ ഈ മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, വെറുതെ വെള്ളത്തിൽ മുങ്ങിയവരാ, അകത്ത് മാനസാന്തരം നടന്നിട്ടില്ല. അങ്ങനെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, പരിഹാസികൾ പറയുകയാണ് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? എന്നാൽ ആ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രചോദനമാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ ആ പ്രത്യാശയാണ് നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രചോദനമാകുന്നത്. പൗലോസ് ഇവിടെ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സംബന്ധിച്ചുള്ള പ്രത്യാശയുള്ളവരായിരുന്നു കൊരിന്ത്യ വിശ്വാസികളെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും കാണാം. മദ്രാസിൽ നിന്നുള്ള മാത്യു ബ്രദർ ആദ്യം കയറിയ വ്യക്തി, മാത്യു ബ്രദർ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്ന ദൈവവചനത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ തിരുപാദത്തിൽ ഇരുന്ന് തിരുവചനം കേൾപ്പാനും അത് ഗ്രഹിപ്പാനും തരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കേട്ട തിരുവചനത്തിനായി 1000 നന്ദിയോടെ സ്തോത്രം.